രൂപയുടെ പർച്ചേസിനും സ്വർണ്ണ നാണയം സമ്മാനം. കൂടാതെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഓരോ ഭാഗ്യശാലിക്ക് ഹോണ്ട ഡിയോ സമ്മാനമായി നൽകുന്നു. ഈ ഓഫർ ഒക്ടോബർ 1 മുതൽ ഡിസംബർ 31 വരെ മാത്രം. ജേക്കോ ജുവൽസ്, തൊടുപുഴ. മൂവാറ്റുപുഴ നഗരസഭയിൽ വികസന സദസ്സ് സംഘടിപ്പിച്ചു. കേരളത്തിന്റെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള വികസന സദസ്സ് UDF ബഹിഷ്കരിച്ചു. മൂവാറ്റുപുഴ നഗരസഭയിൽ കേരളത്തിന്റെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായി വികസന സദസ്സ് സംഘടിപ്പിച്ചു. നഗരസഭയ്ക്ക് മുന്നിൽ സംഘടിപ്പിച്ച വികസന സദസ്സ് മുൻ നഗരസഭാ ചെയർമാൻ UR ബാബു ഉദ്ഘാടനം ചെയ്തു. ഈ നഗരത്തിലെ റോഡ് എത്രയോ കൊല്ലമായി, ഈ നഗരത്തിലെ റോഡ് പല ഗവൺമെന്റുകൾ മാറി മാറി വന്നില്ലേ? ഈ ഗവൺമെൻറ് വന്നപ്പോഴല്ലേ അതിന് പണം കിഫ്ബി വഴിയാണ്. കിഫ്ബിയെ തെറി പറഞ്ഞുകൊണ്ട് ചിലർ നടക്കുന്നുണ്ടായിരുന്നു. കിഫ്ബിയെ തട്ടിപ്പാണെന്ന് പറഞ്ഞവരുണ്ട്. അങ്ങനെയുള്ള മഹാന്മാർ ജീവിക്കുന്ന ഇടമാണ് മൂവാറ്റുപുഴ. അവർ തട്ടിപ്പാണ് എന്ന് പറഞ്ഞ് കിഫ്ബിയുടെ പണം ഉപയോഗിച്ചാണ് ഈ റോഡ് ഉണ്ടാക്കുന്നത്. മനസ്സിലാക്കണം. ഈ ഗവൺമെൻറ് അതിന് മുടക്കി എത്ര കോടിയാണ്? 4 വരിപ്പാതയാണ്. ഇനി കൈപ്പിടിയൊക്കെ പിടിപ്പിച്ച് ഹാൻഡ് റെയിൽ പിടിപ്പിച്ചു. ഇനി പിന്നെ ഫുട്പാത്ത് മുഴുവൻ ടൈലിടാനുണ്ട്. അതുപോലെ മനോഹരമായ പളവള മിന്നുന്ന ലൈറ്റുകൾ വരാനുണ്ട്. അതെല്ലാം വരുമ്പോൾ മൂവാറ്റുപുഴ നഗരം കാണുമ്പോൾ കണ്ണഞ്ചിപ്പൂ. സംസ്ഥാന സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളുടെ വീഡിയോ അവതരണവും വ്യവസായ മന്ത്രി P. രാജീവ് എറണാകുളം ജില്ലയിലെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വിശദീകരിക്കുന്ന വീഡിയോയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മികവാർന്ന പ്രവർത്തനങ്ങളെ പരാമർശിച്ചുള്ള തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷിന്റെ വീഡിയോയും പ്രദർശിപ്പിച്ചു. കഴിഞ്ഞ 5 വർഷത്തെ നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങൾ നഗരസഭാ സെക്രട്ടറി സിമി H. വിശദീകരിച്ചു. സംസ്ഥാന വികസന നേട്ടങ്ങൾ കില ഫാക്കൽറ്റി AT. രാജീവ് വിശദീകരിച്ചു. ക്ഷമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മീരാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് R. രാകേഷ്, കൗൺസിലർമാരായ KG. അനിൽകുമാർ, നിസ അഷ്റഫ്, PV. രാധാകൃഷ്ണൻ, ജാഫർ സാദിഖ്, നജില ഷാജി, PM. സലീം, സുധാ രഘുനാഥ്, മുൻ നഗരസഭാ ചെയർപേഴ്സൺ ഉഷ ശശിധരൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്.